അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോ കാണാതെ പോയവരുടെ എണ്ണം എത്രയെന്നറിയാം? 148. നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്രയും പരമാവധി ദിവസം അവർക്ക് അന്വേഷിക്കും. ഇത്രയും ഒരു സംവിധാനം വെച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കടലിൽ കാണാതെ പോയ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയിട്ടില്ല. അതുപോലെ തെരച്ചിൽ നടത്തിയാണ് പരമാവധി ശ്രമിക്കുക. അവരെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് കാണുന്നത്. ആ കുടുംബത്തിന്റെ സങ്കടം ഈ ഗവൺമെന്റ് കാണാതെ പോവില്ല. അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോ കാണാതെ പോയവരുടെ എണ്ണം എത്രയെന്നറിയാം? 148. നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്രയും പരമാവധി ദിവസം അവർക്ക് അന്വേഷിക്കും. ഇത്രയും ഒരു സംവിധാനം വെച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കടലിൽ കാണാതെ പോയ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയിട്ടില്ല. അതുപോലെ തെരച്ചിൽ നടത്തിയാണ് പരമാവധി ശ്രമിക്കുക. അവരെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് കാണുന്നത്. ആ കുടുംബത്തിന്റെ സങ്കടം ഈ ഗവൺമെന്റ് കാണാതെ പോവില്ല. കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ ഒരു വാർത്താ സമ്മേളനം കണ്ണൂരിലെ പാർട്ടി ആഫീസിൽ നിന്ന് രക്ഷാപ്രവർത്തനങ്ങളിലെ വലിയ വീഴ്ചയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം കണ്ടത്. ഈ വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എന്താണ് പറയുന്നത്? മുൻകൂട്ടി കാണുന്നതിൽ പരാജയപ്പെട്ടു. ഇപ്പൊ കേരളം ഈ അടുത്ത കാലത്ത് കണ്ട 2 കാര്യങ്ങളാണ് ഏറ്റവും വലിയ ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് 2018 പ്രളയമായിരുന്നു. അടുത്തത് 2024 ജൂൺ 30 വയനാട്ടില് മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം, അട്ടമല ഈ പ്രദേശങ്ങൾ ഉൾക്കൊള്ള ആ ഒരു ഏരിയ ഒന്നാകെ കുത്തിയൊലിച്ചു പോയ ഒരു മഹാദുരന്തമായിരുന്നു. എന്തേ പിണറായി വിജയ ഇതൊന്നും മുൻകൂട്ടി കണ്ടില്ലേ? എന്തേ പിണറായി വിജയ ഇതൊന്നും മുൻകൂട്ടി കണ്ട് ആളുകളെ അവിടെ നിന്ന് മാറ്റാൻ കഴിയാതിരുന്നത്? എന്തേ പിണറായി വിജയ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് വേണ്ട അങ്ങ് പോകട്ടെ കുത്തിയൊലിച്ച് എന്ന് കരുതിയിട്ട് മിണ്ടാതിരുന്നതാണോ? അങ്ങയുടെ കാലത്തല്ലേ ഈ പറയുന്ന വൻ ദുരന്തങ്ങൾ കേരളത്തിൽ സംഭവിച്ചത്? ഇതൊന്നും മുൻകൂട്ടി കാണാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ? ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം മുതലപ്പുഴയിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കാര്യമാണ്. അവിടെ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നു, മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ കണ്ടെത്താതെ പോയ ആളുകളുണ്ടല്ലോ, വയനാട്ടിലെ 2024 ഈ പറയുന്ന ദുരന്തത്തിൽ കാണാതായ ഡസൻ കണക്കിന് ആളുകളുണ്ടല്ലോ, ആ ആളുകൾ എത്ര പേരെ കാണാതായി? ഇപ്പോഴും ആ എണ്ണം ഒന്ന് പറയാമോ? കണ്ടെത്തി തരണമെന്ന് പറയുന്നില്ല, അവരുടെ എണ്ണം ഒന്ന് പറയാമോ? എത്ര ആളുകളെയാണ് കാണാതായത്? എത്ര ആളുകളെയാണ് കാണാതായത്? 400-ലധികം ആളുകൾ മരണപ്പെട്ടു എന്ന് സർക്കാർ തന്നെ കണക്ക് പറയുന്നു. അതും ഈ പറയുന്ന ഔദ്യോഗികമായിട്ട് 400 എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല. ഇനി ഈ 400-ൽ എത്ര പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്? അപ്പോൾ പിണറായി വിജയനോട് ഒരൊറ്റ ചോദ്യമുള്ളൂ, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അവരുടെ എണ്ണം പോലും മര്യാദക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇവിടെ ഒരു ദുരന്തമുണ്ടായിട്ട് അതിൽ ആളുകളെ കാണാതെ വരുമ്പോൾ അവരെ അന്വേഷിക്കേണ്ട, തിരയേണ്ട, അവരെ കണ്ടുപിടിക്കേണ്ട എന്നൊന്നല്ല പറയുന്നത്. അത് ചില ദുരന്തങ്ങളിൽ അങ്ങനെയാണ്. ചിലതൊക്കെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അന്വേഷണങ്ങൾ നടക്കുന്നു ഇപ്പോഴും. ഇന്ന് രാവിലെയും ഇന്നിപ്പോൾ രാവിലെ അവിടെ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒരു ടീം തെരച്ചിൽ നടത്തി മുതലപ്പുഴയിൽ. അതിൽ ആ മുതലപ്പുഴയിലെ ഈ പറയുന്ന ഭാഗത്തുള്ള ആ പാറക്കെട്ടുകളോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തേക്ക് അടുക്കാൻ പോലും പറ്റുന്നില്ല. സ്കൂബ ഡൈവിങ് അംഗങ്ങൾക്ക് പോലും വലിയ ഭയമുണ്ടാക്കുന്ന ഒരു ഏരിയ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ പ്രളയമെന്ന് നമുക്ക് വിളിക്കാമോ എന്ന് ചോദിച്ചാൽ വിളിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ വിളിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു നാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടായപ്പോൾ ഇവിടെ രാഷ്ട്രീയം നോക്കിയിട്ടോ ഭരണപക്ഷത്താണോ പ്രതിപക്ഷത്താണോ എന്ന് നോക്കിയിട്ടൊന്നല്ല ആളുകൾ ഇറങ്ങിയത്, അല്ലേ? ആളുകൾ ഇറങ്ങിയിട്ട് ആളുകൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുമ്പോൾ അത് പൂട്ടിച്ച ആളുകളാണ് പിണറായി വിജയനും ടീമും.
വയനാട്ടിൽ കമ്മ്യൂണിറ്റി കിച്ചന് വേണ്ടിയിട്ട് പൂട്ടിച്ചിട്ട് ഇങ്ങനെ എഴുതി എടുക്കുകയായിരുന്നു പിണറായി വിജയൻ. ഇങ്ങനെ എഴുതുക, പോക്കറ്റിലിടുക, എഴുതുക, പോക്കറ്റിലിടുക, എഴുതുക, പോക്കറ്റിലിടുക. ഇതായിരുന്നു പിണറായി വിജയൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അവിടെ നിൽക്കട്ടെ. വയനാട്ടിൽ നിങ്ങൾ നോക്കി നോക്കൂ. വയനാട്ടിലെ ഭക്ഷണം, വസ്ത്രം, വെള്ളം കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ലോഡ് കണക്കിനാണ് അങ്ങോട്ട് എത്തിയത്. എന്നിട്ടും പിണറായി വിജയൻ സർക്കാർ ചെലവാക്കി എന്ന് പറഞ്ഞ് എഴുതി ഇങ്ങനെ പോക്കറ്റിലിടുകയായിരുന്നു. ആലോചിച്ച് നോക്കണം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിന് ആ നാടിനൊപ്പം നിൽക്കാതെ ചെറ്റ രാഷ്ട്രീയം കൊണ്ട് ഇറങ്ങുന്ന പിണറായി വിജയനെ പോലെയുള്ള ആളുകൾ എന്തുകൊണ്ട് മൂലക്കിരിക്കേണ്ടി വന്നു എന്നതിൻ്റെ തെളിവാണിത്. മനസ്സിലായില്ലേ? അധികാരത്തിലിരിക്കുമ്പോൾ ഒരു ചെറ്റത്തരം കാണിക്കുക, അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്ലേറ്റ് മാറി ചെറ്റത്തരം കാണിക്കുക. ഇതൊക്കെയാണ് പിണറായി വിജയൻ്റെയും സഖാക്കളുടെയും രീതി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടം അത് നമ്മുടെ വേദനയാണ്, അത് വല്ലാത്ത വേദനയാണ്. അവരെ കിട്ടുക എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഏതറ്റവരെയും പോവും. ശരിയാണ്. പലപ്പോഴും അത് സാധിക്കാത്ത ഒരു ഘട്ടമുണ്ടായാൽ എന്ത് ചെയ്യാൻ കഴിയും? വലിയ ബുദ്ധിമുട്ടല്ലേ? വലിയ ഇപ്പം നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ഇപ്പം നമ്മൾ ഈ പറയുന്ന ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായിട്ട് അകപ്പെട്ടു പോയ അർജുന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് നിന്നേ? എത്ര ദിവസം കഴിഞ്ഞിട്ട് അർജുൻ്റെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്? ആലോചിച്ച് നോക്കണം. അപ്പോൾ ചില ദുരന്തങ്ങളിൽ ഈ തെരച്ചിലുകൾക്ക് എന്താ പറയേണ്ടത്, ഒരു വലിയ ടൈം പീരീഡ് തന്നെ ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയില്ലാത്ത ആളെന്നല്ല ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത്. പിണറായി വിജയൻ ഇതൊക്കെ അറിയാം. പക്ഷെ എന്നാലും പ്രതിപക്ഷത്താണല്ലോ, കസേര പോയല്ലോ, എന്തെങ്കിലും ചെലച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ? നമ്മൾ ശരി പ്രതിപക്ഷത്താണ്, പക്ഷെ പ്രതിപക്ഷം എന്ന് പറയുന്നത് വ്യാജങ്ങൾ പടച്ചുവിടാൻ, തെമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയാനുള്ളതാണോ പ്രതിപക്ഷം? അങ്ങനെയാണോ? ഭരണഘടനയിൽ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനം എവിടെയാ? പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം എവിടെയാ? എന്തുകൊണ്ടാണ് ഭരണഘടനയിൽ പ്രതിപക്ഷത്തിനൊരു സ്ഥാനം ഉണ്ടായത്? അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ആളുകൾ ഇത്തരം ചീഞ്ഞു നാറുന്ന രാഷ്ട്രീയ കളികളുമായിട്ട് ഇറങ്ങുന്നത് കാണുമ്പോൾ ഒരു പുച്ഛം തോന്നുകയാണ് പിണറായി വിജയനോടൊക്കെ. കാരണം കയ്യിൽ ഒന്നും തന്നെ ആയുധങ്ങളായിട്ടില്ല, പണിയെടുക്കാൻ അറിയില്ല, പ്രായം അയാളെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. സഖാക്കൾക്ക് പറ്റിയ തെറ്റും അതാണ്. സഖാക്കൾക്ക് പറ്റിയത് പിണറായി വിജയനെ ആയിരുന്നില്ല പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരുത്തേണ്ടിയിരുന്നത്. അത് വലിയ തെറ്റാണ്. പിന്നെ സഖാക്കളെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇനിയിപ്പോൾ അവിടെ ഇരുത്താൻ പറ്റിയ വേറൊരുത്തം വേണ്ട, ഇപ്പുറത്ത് കൂട്ടത്തിൽ വേറൊരുത്തം വേണ്ടേ? അപ്പോൾ തമ്മിൽ ഭേദം എന്നുള്ള രീതിയിലാണ് പിണറായി വിജയൻ അതിൽ പിടിച്ചിരുത്തിയത്. എന്നാൽ പിണറായി വിജയനാണെങ്കിലോ തീരെ വയ്യാത്ത അവശനിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനും. വളരെ കൃത്യമാണല്ലോ. നമ്മുടെ നാടുകളിൽ ദുരന്തങ്ങൾ പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ട്, പലപ്പോഴായിട്ട് ആളുകളെ കാണാതെ പോയിട്ടുണ്ട്. കാണാതായ ആളുകളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലും കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇപ്പം 2024 ജൂൺ 30 ഈ മുണ്ടക്കയിലുണ്ടായ ദുരന്തം, ആ ദുരന്തത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര പേരെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്? എത്ര പേരെ നമുക്ക് മിസ്സിങ് ആണ്? ഇതൊക്കെ നമുക്ക് കണക്കാക്കാൻ കഴിയുന്നുണ്ടോ? അല്ലേ? 400 പേരെന്ന് പറയുന്നു, 290 ആളെ കണ്ടെത്തി എന്ന് പറയുന്നു, ചിലപ്പോൾ പറയുന്നു 600 ആളുകളെന്ന്. അങ്ങനെ ഒരു രീതിയിലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിലല്ലേ, കണക്ക് പോലും എണ്ണമെടുക്കാൻ പോലും സാധിക്കാത്ത നിലയിൽ ഇപ്പോഴും ബാക്കിയാണ് ആ ദുരന്തം. അപ്പോൾ അതും മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിയോ ഇല്ലാത്തവരായിട്ട് ഈ പ്രതിപക്ഷം ഇങ്ങനെ ഈ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാകുന്നത് അത് അവർക്ക് തന്നെയാണ് ദോഷം എന്നുള്ളത് മനസ്സിലാക്കിയാൽ നല്ലത്.